ഫാസിലേ, ഓ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങും കേട്ടോ. നിന്റെ വർത്താനം കേട്ടവർക്ക് എല്ലാ ദിവസവും നല്ല കൃത്യസമയത്ത് ഇറങ്ങണേന്ന്. അല്ലടാ, സാധാരണ ഇറങ്ങുന്നതിനേക്കാൾ കുറച്ച് നേരത്തെ ഇറങ്ങുമെന്ന്. അത് ശരി, അതെന്താ ആവശ്യം? എനിക്കിന്ന് കുറച്ച് പർച്ചേസ് ഉണ്ട്. അമ്മയ്ക്കും പെങ്ങൾക്കും ഭാര്യയ്ക്കും ഒക്കെ മുണ്ടുന്നേരിന്ന് വാങ്ങിക്കണം, പിന്നെ പായസത്തിന് അരി വാങ്ങണം, ശർക്കര വാങ്ങണം, പിന്നെ കലം വാങ്ങണം. ഒന്നും പറയണ്ട. എന്താ ആവശ്യം വീട്ടില്? നാളെ പൊങ്കാലല്ലേ, ആറ്റുകാൽ പൊങ്കാല. പറഞ്ഞ പോലെ നാളെയല്ലേ പൊങ്കാല? ഓ, ഈ സാധാരണ ഈ സ്ത്രീകളല്ലേ നിങ്ങളുടെ ഈ പൊങ്കാല കയറുന്ന? പിന്നെ സ്ത്രീകൾക്കല്ലേ പൊങ്കാല. ഇപ്പൊ പുരുഷന്മാർക്കാണ് ആഘോഷം. അവർക്ക് ഈ പൊങ്കാല ദിവസം സ്വാതന്ത്ര്യ ദിനമാണെന്ന്. കനക നമ്മുടെ ഈ പൊങ്കാല ദിവസം പെണ്ണുങ്ങളൊക്കെ കൂടി അമ്പലത്തിലേക്ക് പോകുമല്ലോ. പിന്നെ വീട് കാലിയല്ലേ. ഇവന്മാര് കൂട്ടുകാരും ഒക്കെ കൂടി ഫുള്ളും മേടിച്ചു വെച്ചിരുന്ന അടിയും ബഹളവും ഒക്കെയാണ് ഞങ്ങളുടെ പരിസരത്തൊക്കെ. പിന്നെ ഇവർ അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോ ഇവന്മാർക്കിട്ട് ഒരു പൊങ്കാല ഇടലുണ്ട്. അത് ഗംഭീരമാണത്. ഇത് തന്നെ പരിപാടി. അതെ, നിനക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണമെന്നുണ്ടോ? എന്തിന് പൊങ്കാല ഇടാനാ? പൊങ്കാല ഇടാനല്ലടാ, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണമെന്നുണ്ടോ? എന്താ ഉദ്ദേശിക്കണത് നീ? പിന്നെ ഇല്ലാണ്ടിരിക്കോ? പിന്നെ നമ്മുടെ വീട്ടിൽ ഈ പൊങ്കാലയൊന്നുമില്ലല്ലോ. ഇവളെ പറഞ്ഞു വിട്ടാലും വീട്ടിൽ പോകൂലെന്ന്. എങ്കിൽ നമുക്ക് ആഘോഷിച്ച് കളയാം. ഒരു കാര്യം ചെയ്യും, നാളെ ഇറങ്ങും. നാളെ അപ്പൊ ലീവ് എടുക്കാല്ലേ? അല്ല പിന്നെ ലീവ് എടുക്കണ്ടേ? അത് കൊള്ളാം. അപ്പൊ നാളെ നമുക്ക് തകർക്കാം. നാളെ കുടിക്കാം. പക്ഷെ വേറൊരു പ്രശ്നം ഉണ്ടോ? എന്ത്? പിശാചി പോകാറുണ്ട് വീട്ടിൽ. ആര്? ലീറ്റേഴ്സ് അല്ലാണ്ട് ആര്? അത് കുഴപ്പമില്ല, അവനെ കൂടി വിളിച്ചാ പോരെ? അവനൊന്നും വിളിക്കാൻ പറ്റൂല. അവനൊന്നും വിളിച്ചൂടാന്ന്. അല്ല കനക, ഈ കുടിക്കണവരെ മാറ്റി നിർത്തിട്ട് നമ്മൾ കൊടുക്കാതെ കുടിച്ചാലുണ്ടല്ലോ, മദ്യശാപം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതിന് വേറൊരു പണിയുണ്ട്. കുടിക്കുമ്പോ ഇവന്മാർക്ക് വേണ്ടിയിട്ട് ആ അടപ്പിലൊരു ഇത്തിരി ഒഴിച്ചിട്ട് മാറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ മതി, ആ ശാപാട് മാറിക്കോളും. ഇതൊരു കാര്യമുണ്ട്, ഇവൻ അമ്മനോട് വിളിച്ചു പറയും, നമ്മുടെ വീട്ടിൽ പറയും, ആകെ ബുദ്ധിമുട്ടുണ്ടാക്കും അവൻ. ഇതാവുമ്പോ ഇത്തിരി കൊടുത്താ പോരെ? അവനായിട്ട് ഒരു ഇടപാടും ശരിയാവില്ല. കനക ഇവനുള്ളത് നമുക്കൊരു കണക്കിന് നല്ലതാണ്. ഈ മിലിറ്ററിയുടെ അവിടെ പോയി സാധനം മേടിക്കും, വല്ല ടച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ഒപ്പിച്ച് തരും. അവനിരിക്കട്ടെ, ഒരു ചെറുത് കൊടുത്താ പോരെ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അമ്മാവനെയും കൂടെ വിളിക്കാം. അത് കൊള്ളാം. അമ്മാവനെ കാണുമ്പോ ഇവനൊരു ചെറിയ ഒതുക്കമുണ്ട്, വലിയ അലമ്പിന് നിൽക്കൂല അല്ലേ? അമ്മാവനെ വിളിക്കാം. അമ്മാവനെ പിന്നെ അവനെ ഒതുക്കാൻ പറ്റും. മാത്രല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് എന്തായാലും കുടിച്ചാൽ പ്രശ്നം ഉണ്ടാവുമല്ലോ. ഉണ്ടാവുമല്ല. അമ്മ വന്ന് പ്രശ്നമാക്കുമ്പോ ഇതെല്ലാം അമ്മാവന്റെ പണിയാണ് എന്നുള്ളത് നിലക്ക് തലയിലേക്ക്. ഇന്നാള് അതുപോലെ വെച്ചു കൊടുത്ത്, ഇന്നാള് അമ്മാവനെ വിളിക്കാം. അത് തന്നെ. അപ്പൊ നമുക്ക് നാളെ പൊളിക്കാം. അയ്യോ, സമയം വൈകി. ഞാൻ ഇറങ്ങട്ടെ? അന്നൊരു പണി ചെയ്യാം, ഞാനും വരാം. ഞാൻ ഇനി ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്താ ആകെ മൂടായി. എന്നാ വാ, ഈ പത്രം ഇരിക്കട്ടെ. ഇരിക്കട്ടെ, ഇതിൽ കുഴപ്പമില്ലല്ലോ. ഇവിടെ ഇരുന്നു. അപ്പുറന്ന് വാങ്ങാം. അത് മതി, അത് മതി. വേണേ 10 രൂപ ഇങ്ങോട്ട് തന്നെ. അതേതാ ഈ അലൂമിനിയ കലത്തിൽ പൊങ്കാല വെച്ചാൽ കുഴപ്പമുണ്ടോ? എന്ത് ഈ അഭിപ്രായം നീ അമ്മോട് ചോദിക്കും, അമ്മയുടെ അടുത്ത് പോയി ചോദിക്കും, അപ്പൊ പറഞ്ഞു തരും. അല്ല, എപ്പോഴും വാങ്ങണ്ടല്ലോ അപ്പ. ചോദിച്ചോ. അതെ, 2-3 കലം വേണം. പഠിക്കാന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യ. എറിഞ്ഞിടാം. ഒരു 5 മാങ്ങയെങ്കിലും വരും. ഓക്കെ, നമ്മുടെ നാട്ടിൽ ശരിയെന്നാ. വിട്ടോ വിട്ടോ. ഈ കാക്കയ്ക്ക് മീനുമായിട്ട് കിണറ്റിന്റെ മണ്ടേ തന്നെ വന്നിരിക്കണം. ഇന്ന് ശരിയാക്കി തരാം. ഞാൻ കണ്ടുട്ടാ.
എന്ത് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. എന്ത് പറ്റി? ഡാഡി എന്തിനാ ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ? ആര് പേടിച്ചു? ആര്? ഡാഡിക്കാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. പേടിക്കാൻ എത്ര ആൾ ഇവിടെ ജീവിച്ചത്? ഇരുന്ന് പഠിക്കാൻ കൊണ്ട്. എന്താണ് ഏറ്റവും ബഹളം കേട്ടെ? എന്ത് വേണം? വീണോ? വീണോ? ആര് വീണ്? നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കണേ? ഞാൻ പിന്നെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ എപ്പോഴും നിൽക്കണേ. എന്തൊരു പറയല്? നിറച്ചോ? ആര് കുറച്ച്? നിനക്ക് എന്താണ് പറ്റിയത്? എന്തെങ്കിലും വേർതിരിക്കണ നിങ്ങള്? ഉയർത്തതെന്ന് പറഞ്ഞാൽ ഞാൻ തേങ്ങ പൊളിച്ചോണ്ട് നിന്നതാ. അപ്പൊ ഉയർന്നത്. അവിടെ ആരല്ലേ? അവിടെ ഇവിടെ ആയിരിക്കുന്നു. എന്ത്? നീ തങ്കം ഇങ്ങോട്ട് വാ. തങ്കം, നീ എന്തിനാ അങ്ങോട്ട് പോണേ? എന്താ സംഗതി എന്ന് പറയാൻ. അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. എന്താ സംഗതി? നിനക്ക് അടുക്കള പണിയില്ലേ? നിങ്ങൾ എന്താണ് ആകെ പേടിച്ച് നിക്കണേ? ഞാൻ പേടിക്കാനാ? ക്ലീറ്റസ് പേടിക്കാനാ? ക്ലീറ്റസ് അന്തസ്സായിട്ട് ആരെയും പേടിക്കാതെ ഇത്ര നാളുകൾ ജീവിച്ചു. എനിക്ക് ഒരുത്തനെയും പേടിയില്ല. ക്ലീറ്റസ് കലകനല്ലേ ഇത്? എന്താടാ? എന്താന്ന് അവൻ വിളിക്കണേ? എന്തിനാന്ന്? അതെ തങ്കം, ഒരു അബദ്ധം പറ്റിയിടി. എന്ത്? ഞാൻ ഒരു കാക്കയെ ഓടിക്കാൻ വേണ്ടി കല്ലെടുത്ത് എറിഞ്ഞു. അത് അവന്റെ തോളിൽ ചെന്ന് കൊണ്ടു. ഒരു കുഞ്ഞു കല്ല് വീണേലാണ് അവൻ വന്ന് വിളിക്കണേ. ക്ലീറ്റോ സത്യം പറഞ്ഞോ? മനപ്പൂർവ്വം അറിഞ്ഞതല്ലേ അവനെ? കർത്താവിനാണോ തങ്കം? ഞാൻ മനപ്പൂർവ്വം എന്തിനാ അവനെ എറിയണേ? നിങ്ങൾ അതുകൊണ്ട് അത് ചെയ്യും. ഞാൻ കാക്ക എറിഞ്ഞതാടി. ഉള്ള കാര്യം ചെന്ന് പറ. കൂടുതൽ ന്യായീകരിക്കുന്നു വേണ്ട. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കാക്കയ്ക്ക് വരാൻ കണ്ട നേരം. നീ ഇറങ്ങി വരുന്നുണ്ടോ? വാങ്ങുവാ. വാങ്ങോട്ടാന്ന്. നിന്നെ എത്രയോ നേരമായിട്ട് ഞാനോട് വിളിച്ചോണ്ട് നിൽക്കല്ലേ? ഞാൻ അങ്ങ് അകത്ത് നിൽക്കായിരുന്നു. അതാ. നിന്നെ എന്തിനാ വിളിച്ചത് നിനക്കറിയാമോ? അളിയൻ എന്നോട് ക്ഷമിക്കണം. എന്തിന്? അല്ല, ഞാൻ അറിയാതെ. അറിയാതെ? അളിയൻ ക്ഷമിക്കണം വിളിയാ. ഓ, അതൊന്നും കുഴപ്പമില്ല. വിളിച്ചിട്ട് വരാൻ വൈകി എന്നുള്ളതിന് അത്ര വലിയ തെറ്റൊന്നുമല്ല. വെച്ചോ. കല്ലെടുത്തെറിഞ്ഞ നീ പൊട്ടാൻ എനിക്ക് എന്തിനാ 2000 രൂപ ഇങ്ങോട്ട് വന്നത്? പൊട്ടാൻ. അളിയ ഇതെന്തുവാ? ഇത് 2000 രൂപ. 2000 രൂപ നീ കണ്ടിട്ടില്ലേ? അല്ല, കണ്ടു. അല്ലെ, ഇത് എന്തിനാണ് അളിയൻ? ഞാൻ എന്തിനാണ് ഇത്രയും കൂടുതൽ പൈസ നിനക്ക് തരുന്നത്? അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല, അളിയൻ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് മണകൊണ ഞാൻ മറ്റേ തന്നെ കുപ്പി. ഞാനും അത് തന്നെ ഉദ്ദേശിച്ചത്. അല്ല, ഏത് വേണം എന്ന് ഉദ്ദേശിച്ച ബ്രാൻഡ്? എടാ, ഏതെങ്കിലും ബ്രാൻഡ് വാങ്ങിക്ക്. ഈ വിഷത്തിന് വല്ല ബ്രാൻഡും ഉണ്ടോ? അതെ അതെ. സത്യം പറഞ്ഞാൽ എനിക്കിതിന് യാതൊരു താല്പര്യവും ഇല്ല. എനിക്കും അങ്ങനെ തന്നെ അറിയാം. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാലേ താല്പര്യം വരുള്ളൂ. വന്നോളും. അതല്ല, നിന്നെ കൂട്ടി ഈ പരിപാടി ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ലാന്ന്. പിന്നെ ഫാസിലും മമാവിനും എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. നാളെ പൊങ്കാലയാണ്. അമ്മയും തങ്കവും എല്ലാവരും കൂടെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഒന്ന് കൂടാം. അതിനു വേണ്ടി മാത്രം കേട്ടാ. അപ്പൊ ഇത് എത്ര എടുക്കണം? ഇതൊരു 2 എണ്ണം വാങ്ങിച്ചാൽ മതിയടേ. അല്ല, 4 എണ്ണം കിട്ടും. 4 എണ്ണം കിട്ടും വിചാരിച്ചിട്ട് 2 എണ്ണം വാങ്ങിച്ചാൽ മതി. ആ ബാക്കി പൈസ ഇങ്ങോട്ട് തരണം. ഇവിടെ മൊത്തം അടിച്ചങ്ങ് അലമ്പാക്കാൻ വേണ്ടിയിട്ടല്ല. അത് വേണ്ട. എല്ലാവരും കൂടെ ഒന്ന് കൂടുക. അത് കഴിഞ്ഞ് പിരിഞ്ഞു പോവുക. അത്രേ ഉള്ളൂ കേട്ടാ. ഇന്ന് തന്നെ വാങ്ങിച്ചു വെക്കണം. തങ്ക അറിയരുത്. എന്റെ അളിയ, ഇതൊക്കെ ഇനി ക്ലീറ്റോയോട് പറയണോ? ക്ലീറ്റോ ഒരു കാര്യം ഏറ്റതാ.